പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ല ഈസിയാണ്, കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. കറികളൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ലതാണ്, അല്ലെങ്കിൽ കറി കൂട്ടിയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടെ കാണണം. എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിക്കുന്നതൊന്നും താല്പര്യമില്ലാത്തവർക്ക് അല്ലാതെയും ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കപ്പ് അളവില്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ്സിലോ ബൗളിലോ ഒക്കെ അളന്നെടുത്താലും മതി. അതേപോലെ തന്നെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ ഞാൻ എടുത്തിട്ടുള്ളത് ഈ വറുത്ത റവയായതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റവ ചേർക്കുന്നത് കൊണ്ടും പിന്നെ അരിപ്പൊടിയുടെ ഇതനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും വെള്ളത്തിൻ്റെ അളവിൽ. അതുകൊണ്ട് ഞാനിവിടെ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയും റവയുടെ മിക്സ് ആക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് ഇത് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മാവ് ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ചൂടായ വെള്ളം വേണം ചേർക്കാനായിട്ട്. കൂടുതലായിട്ട് വെള്ളം തോന്നുകയാണെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു നല്ല തിളച്ച ചൂടൊന്ന് മാറിയിട്ട് കുറച്ചൊന്ന് ചൂട് പോയി കഴിയുമ്പോൾ ഒരു ചെറിയ ചൂടോടെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോടെ തന്നെ കുഴച്ചില്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട്, സാദാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് അത്യാവശ്യം നല്ലൊരു ചൂടിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചൊന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബോൾ റെഡിയാക്കി എടുക്കാം. ഒരേ വലുപ്പത്തിലുള്ള കുറച്ച് ബോളാക്കിയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്രസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചപ്പാത്തി പ്രസ്സിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരുപാട് കനം കുറച്ചിട്ട് എടുക്കണ്ട, കുറച്ച് കനത്തെ തന്നെ എടുക്കണം. കൂടുതൽ കനം കുറച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരില്ല. ഒരു നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഞാനിതൊന്ന് റൗണ്ടിൽ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കനത്തിലാണ് വേണ്ടത്. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചപ്പാത്തി പ്രസ്സിലല്ലാതെ പരത്തിയെടുക്കുകയാണെങ്കിൽ വലിയതായിട്ട് പരത്തിയെടുത്തിട്ട് ചെറിയ ചെറിയ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാം ഞാനിതുപോലൊന്ന് പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഒരു മീഡിയത്തിനും ഹൈ ഫ്ലെയിമിനും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പൊള്ളി വരില്ല. ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പത്തിരി എണ്ണ ഒട്ടും കുടിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും, കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം. ഓരോ വട്ടവും ഈ ഒരു പത്തിരി ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കുമ്പോൾ നന്നായിട്ട് എണ്ണയ്ക്ക് ചൂടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പത്തിരി എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ നല്ലപോലെ തന്നെ ഇങ്ങനെ ബബിൾ പോലെ പൊങ്ങി വരും. അത് കഴിഞ്ഞിട്ട് ഒരു സൈഡൂടെ കുക്ക് ചെയ്തിട്ട് ഇതുപോലെ എടുത്ത് മാറ്റിയാൽ മതി. ബാക്കിയുള്ള പത്തിരിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒട്ടും തന്നെ എണ്ണ അങ്ങനെ കുടിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
ഇനി നിങ്ങൾക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അല്ലാതെ ഒരു പാനിൽ ഇതേപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് മൊരിയിച്ചെടുക്കാതെ ഒരു ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിലും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഇത് ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട്. ഒരു സൈഡാകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങി വരും. ഒരുപാടങ്ങ് ബബിൾ പോലെ ആവില്ലെങ്കിലും നമ്മൾ ഇത് എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ചൊന്ന് പൊങ്ങി വരും. നല്ല ടേസ്റ്റോടുകൂടി ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം. നമ്മൾ എണ്ണയിൽ പൊരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചൂടോടെ തന്നെ കഴിച്ചാൽ മാത്രമേ ഒരു നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ അങ്ങിങ്ങായിട്ട് ഇങ്ങനെ പൊള്ളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനും നല്ലതാണ്, അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത് ട്രൈ ആക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്